ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറിനൊക്കെ എന്ത് ഡിഷ് വേണമെന്നെല്ലാവരും ഫിക്സ് ചെയ്തോ? ഈ ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിയൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഡയറ്റ് മുടങ്ങുന്നുള്ള സങ്കടത്തിലിരിക്കണോ നിങ്ങളൊക്കെ? നല്ലൊരു പരിഹാരം ഉണ്ട് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സലാഡ് കേട്ടോ. അപ്പോൾ ഈ സലാഡ് വെച്ചിട്ട് നമ്മുടെ ഡയറ്റ് ഒട്ടും മുടങ്ങാണ്ട് തന്നെ നമുക്ക് വീട്ടിലെ ബാക്കിയുള്ളവർക്ക് 2 ഡിഷ് ഇത് വെച്ച് ഒപ്പിക്കാം. അപ്പോൾ നമ്മൾ അതിലോട്ട് ആദ്യം എടുക്കുന്നത് കുറച്ച് മുട്ടയാണ്. ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം കേട്ടോ. അതിലോട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാധക്കുട്ടി എത്തിയിട്ട് പൂച്ച മീനിന് കാവലിരിക്കുന്ന പോലെ അവളവിടെ നിന്ന് എന്തൊക്കെയോ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് മുട്ടയിലോട്ട് ഉപ്പ് കുരുമുളക് ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. അപ്പോൾ രാധുവിന് ചെറിയൊരു ആഗ്രഹം മുട്ടയൊന്ന് ഇളക്കി നോക്കണമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് മഷ്റൂം, ക്യാരറ്റ്, കാപ്സിക്കം, ചിക്കൻ, ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത്. ഇത്ര ഐറ്റംസ് ആട്ടോ. നമ്മൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കുക. അതിലോട്ട് കുറച്ച് ബട്ടർ ആട്ടോ ചേർക്കണ്ടേ. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കണവർക്ക് ബട്ടറിന് പകരം ഒലിവ് ഓയിൽ ചേർക്കാം. ബട്ടർ ആയാലും ഒലിവ് ഓയിലൊക്കെ ആയാലും ഡയറ്റ് നോക്കണവർക്ക് നല്ലതാണ്. നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ ചേർക്കണില്ല. ബട്ടറിലാണ് ഇപ്പോൾ ഫുള്ള് കുക്ക് ചെയ്യുന്നത്. ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം നമ്മൾ മഷ്റൂം ഇട്ടു. മഷ്റൂം ഒന്ന് ചെറുതായിട്ട് വേവട്ടെ. അത് 2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. പെട്ടെന്ന് വേവും മഷ്റൂം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കാം കേട്ടോ. കുറേശ്ശെ ചേർത്താൽ മതി. ഓരോ ഐറ്റംസ് ഇടുമ്പോൾ അതിലോട്ട് വേണ്ട ഉപ്പായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് കൂടില്ല. എന്ന് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ അതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാം. അപ്പോൾ മൊത്തത്തിൽ മഷ്റൂം അടുപ്പത്ത് വെച്ചിട്ടൊരു 3-4 മിനിറ്റായി. ഇപ്പോൾ വെന്തുണ്ടാവും. വേവ് നോക്കാം കേട്ടോ. അപ്പോൾ അത് വേവ് നോക്കുമ്പോൾ ഏകദേശം വെന്ത പോലെ ഉണ്ട്. ഒക്കെ അതിൻ്റെ വെള്ളം വറ്റുമ്പോൾ അടുത്ത സംഭവമാണ് ഇതിലോട്ട്. നമ്മുടെ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ക്യാരറ്റ് ആട്ടോ. നല്ലവണ്ണം നൈസായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ആട്ടോ ഇടുന്നത്. ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ക്യാരറ്റിന് പിന്നെ അധികം വേവില്ലാത്ത കാരണം നമുക്ക് അടച്ച് വെക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ മഷ്റൂം ഇടുന്നേക്കാളും മുന്നേ വെളുത്തുള്ളി ഇടേണ്ടതായിരുന്നു. കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. അത് ഞാൻ ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ സമയത്ത് ഇട്ടു. വെളുത്തുള്ളി ഇപ്പം ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്ന ആരാന്ന് തോന്നുന്നത് ഇടയ്ക്ക് ഐറ്റംസിൻ്റെ ഓർഡർ ഒന്ന് മാറിപ്പോണ്ട്. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഒരു പാതി വേവ് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ക്യാരറ്റ് വെന്തുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്ത ഐറ്റം ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ക്യാപ്സിക്കം കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 2-3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം വല്ലാണ്ട് വേവാൻ പാടില്ല. അത് തന്നെ ക്യാപ്സിക്കം ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ചിക്കൻ ഇട്ടു. ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ച് എല്ല് കളഞ്ഞ് നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തതാട്ടോ. അതിട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ വെന്തതായതിന് അധികം നേരം ഇനി അടുപ്പത്ത് വയ്ക്കണ്ട. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ പീസ് വലുതൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്ന് കുത്തിയടച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ലേശം പോരായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് അത്രേ ഇപ്പോൾ ഇതിൽ പണിയുള്ളൂ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ചേർക്കാം. നമ്മൾ ചിക്കനിൽ മാത്രമേ ഇപ്പോൾ കുരുമുളക് ഇട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി കുരുമുളക് ഇട്ട് എരിവ് കിട്ടാനായിട്ട്. ഇപ്പോൾ സലാഡായിട്ട് കഴിക്കണവർക്കാന്ന് വെച്ചാൽ എരിവൊക്കെ വളരെ കുറവ് മതി. എരിവിൻ്റെ ഒക്കെ അവനവൻ്റെ അളവ് നോക്കിയിട്ട് കുരുമുളക് ഇടുക. അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവ് പറയാനില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒറിഗാനോ ചേർക്കാം. ഒറിഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ചേർത്താൽ നല്ലതായിരിക്കും. എനിക്ക് ഒറിഗാനോയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഒറിഗാനോ ഇതിലോട്ട് ചേർത്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച മുട്ടയില്ലേ, അത് ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിലോട്ട് നീക്കി നടുക്കൊരു സ്പേസ് ഒക്കെ ഉണ്ടാക്കി അതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പച്ചക്കറി മുട്ടയൊക്കെ കൂടി ചേർന്നിട്ട് ഒന്നിച്ചിരി കട്ടയാവണത് അങ്ങനെ വരില്ല. അപ്പോൾ ഇനി ഇതിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇളക്കി വലിഞ്ഞ് വരുന്നതിനനുസരിച്ച് കുറേശ്ശെ പച്ചക്കറി അതിലോട്ട് തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം വലിഞ്ഞു തുടങ്ങിയിട്ട്. അപ്പം ഇനി വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരിയും കൂടി ബട്ടർ ചേർക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ.
ഇപ്പോൾ ബട്ടറും ഓയിലൊക്കെ കുറവ് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇപ്പം ചേർക്കണ്ട. ഞാൻ കുറച്ച് ബട്ടർ ചേർത്തു, ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. എന്നിട്ട് മുട്ട നല്ലപോലെ ഡ്രൈ ആവണ വരയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. മുട്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ കുനുകുനാന്ന് ചിക്കിപ്പൊരിക്കില്ലേ, ആ പരുവത്തിലായി കിട്ടും. അപ്പോൾ നമ്മുടെ സലാഡ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇത് നോക്കിയേ, നമ്മുടെ സലാഡ് കാണാൻ നല്ല രസമല്ലേ? ക്യാരറ്റിൻ്റെ ചുവപ്പും ക്യാപ്സിക്കത്തിൻ്റെ പച്ചയും പിന്നെ കുരുമുളക് ഇട്ട് പൊരിച്ച മുട്ടയൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നോക്കിയേ, മല്ലിയിലൊക്കെ ഇട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തപ്പോൾ കാണാൻ നല്ല ലുക്കല്ലേ? അപ്പോൾ സലാഡായിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം. അല്ലാത്തവർക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് നൂഡിൽസ് വേണമെങ്കിൽ ചേർക്കാം. നൂഡിൽസ് ഇട്ടാൽ ഇത് നൂഡിൽസായി. അല്ല കുറച്ച് റൈസാണ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസായി. ഞാനിപ്പോൾ നൂഡിൽസ് അവിടെ ചേർക്കുന്നത്, റൈസ് ചേർക്കണില്ല, നൂഡിൽസ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നൂഡിൽസ് എടുക്കുക, അതിലോട്ട് നൂഡിൽസിൻ്റെ മസാല, വെള്ളം ചേർക്കുക, പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ നൂഡിൽസ് വെന്ത് കഴിഞ്ഞു കേട്ടോ. നല്ല ലോങ് നൂഡിൽസ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പണ്ട് ഈ നൂഡിൽസ് വേവിക്കുമ്പോൾ ചെറുപ്പത്തിൽ കേട്ടോ, ഈ നൂഡിൽസ് ഇങ്ങനെ വേവിക്കാൻ വെക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് കുത്തിയിളക്കും. എന്നിട്ട് നൂഡിൽസൊക്കെ ആകെ പൊട്ടിപ്പോവും. എന്നിട്ട് എപ്പോഴും ഈ പരസ്യത്തിൽ ഇതുപോലെ ലോങ് നൂഡിൽസ് ഇങ്ങനെ കഴിക്കണ കാണുമ്പോൾ ഇതിങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടിരിക്കും. പിന്നെ മനസ്സിലായത് നൂഡിൽസ് ഇങ്ങനെ കുത്തിയിളക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ നൂഡിൽസ് കുത്തിയിളക്കി കഴിഞ്ഞാൽ അതിൻ്റെ നൂലിൻ്റെ പൊട്ടിപ്പോവും. നമ്മൾ തയ്യാറാക്കിയ സാലഡിലോട്ട് നമ്മുടെ നൂഡിൽസ് ഇട്ടു. ഇനി അത് മിക്സ് ചെയ്യാം. നമ്മൾ നൂഡിൽസ് മിക്സ് ചെയ്യുമ്പോൾ 2 കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊക്കി കൊടുത്താൽ മതി കേട്ടോ, കുത്തിയിളക്കരുത്. നമ്മുടെ നൂഡിൽസ് റെഡി. നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ? കുറച്ച് ബസുമതി റൈസും സോയാ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു ഫ്രൈഡ് റൈസ് ആയിട്ടാ. അപ്പോൾ നൂഡിൽസ് കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കഴിച്ചിട്ട് പിന്നെയും എനിക്ക് കഴിക്കാൻ തോന്നായിരുന്നു. അപ്പോൾ രാധുകുട്ടി ഓടിയെത്തി, എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ. ആള് നൂഡിൽസ് കഴിക്കാട്ടോ. അപ്പോൾ അവൾ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് എനിക്കിത് തംസൊക്കെ ഇപ്പോൾ തന്നിട്ട് ഓടിപ്പോയിട്ടാ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിഷയം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഉറപ്പായിട്ട് എല്ലാവരെയും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്തോളൂ. ഒരിക്കൽ കൂടി ടാറ്റാ, ബൈ ബൈ.